നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജോസ് കെ മാണി MP നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഗാന്ധി സ്ക്വയറിന് സമീപത്തുള്ള തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് സ്വീകരണം ഒരുക്കിയത്. തൊടുപുഴയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ 103ാം വാർഷികം ആഘോഷിച്ചു. ബാങ്ക് മെയിൻ ബ്രാഞ്ചിൽ ചേർന്ന ആഘോഷ പരിപാടിയിൽ ബാങ്ക് ചെയർമാൻ VV മത്തായി ഭദ്രദീപം തെളിയിച്ചു. BJP ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് നയിക്കുന്ന സംഘടനാ യാത്ര ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു. സ്വീകരണ യോഗം സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കാമാക്ഷിയിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. നെയ്യശ്ശേരി പള്ളിയിൽ ശതോത്തര പ്ലാറ്റിനം ജൂബിലിയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും ഫെബ്രുവരി 13 മുതൽ 15 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ പോൾ മൈലക്കച്ചാലിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ജോസ് കെ മാണി MP നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഗാന്ധി സ്ക്വയറിന് സമീപത്തുള്ള തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് സ്വീകരണം ഒരുക്കിയത്. മുത്തുകുടകൾ ഏന്തിയ യൂണിഫോം ധരിച്ച വനിതകൾ, നിശ്ചല ദൃശ്യങ്ങൾ, ചെണ്ടമേളം, ബാൻഡ് മേളം എന്നിവ സ്വീകരണത്തിന് മാറ്റുകൂട്ടി. മധ്യമേഖലാ ജാഥാംഗങ്ങളായ KK ശൈലജ ടീച്ചർ, PK ബിജു, PP സുനീർ MP, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഉജ്ജ്വലമായ അതിഗംഭീരമായ ഒരു സമ്മേളനമാണ് തൊടുപുഴ ടൗണിൽ ഇപ്പോൾ നടക്കുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും ഹൃദയം കൊണ്ട് ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. എന്റെ മുമ്പ് പ്രസംഗിച്ച എല്ലാവരും ഈ പ്രദേശത്തിന്റെയും അതുപോലെ കേരള സംസ്ഥാനത്തിന്റെയും തൊടുപുഴയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ 103ാം വാർഷികം ആഘോഷിച്ചു. ബാങ്ക് മെയിൻ ബ്രാഞ്ചിൽ ചേർന്ന ആഘോഷ പരിപാടിയിൽ ബാങ്ക് ചെയർമാൻ VV മത്തായി ഭദ്രദീപം തെളിയിച്ചു. ബാങ്കിന്റെ 103ാം വാർഷികം പ്രമാണിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള 7% നിരക്കിലുള്ള സ്വർണ്ണ പണയത്തിന്റെ ആദ്യ വിതരണം ബ്രാഞ്ച് മാനേജർ CS അനീഷ് നിർവഹിച്ചു. 103 ദിവസം നിക്ഷേപം ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ദിലീപ് J നായർ സ്വീകരിച്ചു. തൊടുപുഴയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ 103ാം വാർഷികം ആഘോഷിച്ചു.
ബാങ്ക് മെയിൻ ബ്രാഞ്ചിൽ ചേർന്ന ആഘോഷ പരിപാടിയിൽ ബാങ്ക് ചെയർമാൻ വി മത്തായി ഭദ്രദീപം തെളിയിച്ചു. ഇവിടെ ജോലി ചെയ്തു പോയിട്ടുള്ള ജീവനക്കാർ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ സുദീർഘമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളവരാണ്, സേവനം ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഈ കാലയളവിൽ നമുക്കൊക്കെ ഏറെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ കേരളത്തിലെ സഹകരണ മേഖല പൊതുവിൽ നേരിട്ടുള്ളതുപോലെ നമ്മൾ നേരിടുകയുണ്ടായി. ആ സാഹചര്യങ്ങളെല്ലാം വളരെ പ്രതികൂലമായ കാര്യങ്ങൾ ആയിരുന്നിട്ടും ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഒറ്റ മനസ്സോടു കൂടി നടത്തിയ പ്രവർത്തനത്തിലൂടെ ആ പ്രതികൂല സാഹചര്യത്തെ മറികടക്കാൻ ഒരു പുതിയ സാഹചര്യത്തിലേക്ക്, പുതിയ കുതിപ്പിലേക്ക് നമ്മുടെ സ്ഥാപനത്തെ എത്തിച്ചേർക്കുവാൻ എല്ലാം നമുക്ക് കഴിഞ്ഞുവെന്ന കാര്യം സന്തോഷവും ഓർക്കുകയാണ്. ഈ മാർച്ച് മാസമാകുമ്പോൾ, മാർച്ച് 31 നമ്മുടെ പുതിയ ബാലൻസ് ഷീറ്റ്, ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് വരുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഈ സ്ഥാപനത്തിന് രൂപം നൽകിയവർ എന്തായിരുന്നു ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സബലീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു വളർച്ച നേടാൻ നമുക്ക് കഴിയും. നമ്മുടെ സോഫ്റ്റ്വെയർ സംവിധാനം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ വഴിയും ഭരണസമിതികളുടെയും ജീവനക്കാരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വലിയ ശ്രമം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജന്മദിനത്തിന് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു. ബാങ്ക് വൈസ് ചെയർമാൻ TK ശിവൻ നായർ, ബോർഡ് മെമ്പേഴ്സ്, ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ദിലീപ് ജെ നായർ, ജനറൽ മാനേജർ MN ബിന്ദു, സഹകാരികൾ, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്കിന്റെ 103-ാം വാർഷികം പ്രമാണിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള 7% നിരക്കിലുള്ള സ്വർണ്ണപ്പണയത്തിന്റെ ആദ്യ വിതരണം ബ്രാഞ്ച് മാനേജർ CS അനീഷ് നിർവഹിച്ചു. 103 ദിവസ നിക്ഷേപം ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ദിലീപ് ജെ നായർ സ്വീകരിച്ചു. ഇന്ന് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് 103-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതോടനുബന്ധിച്ച് ഒരു പ്രത്യേക ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ലോഞ്ച് ചെയ്യാനായിട്ട്. നമ്മൾ ഈ 103-ാം പിറന്നാൾ പ്രമാണിച്ച് 103 ദിവസത്തെ ഡെപ്പോസിറ്റുകൾക്ക് സാധാരണ പൗരന്മാർക്ക് 8%, സീനിയർ സിറ്റിസണ് 8.5%, സൂപ്പർ സീനിയർ സിറ്റിസണ് 8.75%-മാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതോടുകൂടി വനിതകൾക്ക് അഡീഷണൽ ആയിട്ട് 0.25%-മാണ്. ഈ അവസരം പ്രത്യേകം ഉപയോഗപ്പെടുത്തുക എല്ലാവരും. അതോടുകൂടി തന്നെ 103-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഫെബ്രുവരി 10 മുതൽ ഗോൾഡ് ലോണിന് പ്രത്യേക സ്കീമുകൾ, 1 ലക്ഷം രൂപ വരെയുള്ള ഗോൾഡ് ലോണുകൾക്ക് നമ്മൾ 7% ഫിക്സ് ചെയ്തിരിക്കുന്നു. ഈ സുവർണാവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. റിസർവ് ബാങ്കിന്റെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന അർബൻ സഹകരണ ബാങ്കിൽ സ്വർണ്ണപ്പണയം 7% പലിശ നിരക്കിൽ ലഭ്യമാണ്. 1000 രൂപയ്ക്ക് ഒരു ദിവസം 19.18 പൈസ മാത്രമാണ് പലിശ. നിക്ഷേപങ്ങൾക്ക് DICGCയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്. സ്ഥിര നിക്ഷേപങ്ങൾക്ക് 9% വരെ പലിശയുണ്ട്. സീനിയർ സിറ്റിസൺസിന് 0.5%, സൂപ്പർ സീനിയർ സിറ്റിസൺസിന് 0.25%, വനിതകൾക്ക് 0.5% അധിക പലിശ നൽകി വരുന്നു. 103-ാം വാർഷികം പ്രമാണിച്ച് 103 ദിവസത്തെ നിക്ഷേപത്തിന് 8.75% വരെ പലിശ ഫെബ്രുവരി 26 വരെ ലഭ്യമാണ്. സുരക്ഷിതമായ ലോക്കർ സൗകര്യം മിതമായ വാടക നിരക്കിൽ ലഭ്യമാണ്. തൊടുപുഴയ്ക്ക് പുറമെ കരിമണ്ണൂർ, ഇളന്തേശം, മുട്ടം, വഴിത്തല, പെരുമ്പള്ളിച്ചിറ, മണക്കാട്, മുതലക്കോടം, വണ്ണപ്പുറം എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നു. തൊടുപുഴയിൽ പ്രഭാത സായാഹ്ന ശാഖയുമുണ്ട്. ബിസിനസ് ഡെസ്ക് BBC ന്യൂസ്. BJP ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് നയിക്കുന്ന സംഘടനാ യാത്ര ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു. സ്വീകരണ യോഗം സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ മോർച്ച ജില്ലാ അധ്യക്ഷൻ ജോയി കോയിക്കാക്കുടി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. BJP ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് നയിക്കുന്ന സംഘടനാ യാത്ര ഇടുക്കി ജില്ലയിലെത്തി. സ്വീകരണ യോഗം സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഇത് രാജ്യം മൂന്നാമത് ഭരിക്കുന്ന ഒരു പാർട്ടി, കേരളത്തിൽ ശക്തമായ രീതിയിൽ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. 13 പഞ്ചായത്തുകളിൽ നിന്ന് 30 പഞ്ചായത്തിലേക്കും 12,000-ഓളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരിലേക്കും 2 മുനിസിപ്പാലിറ്റിയും ഒരു കോർപ്പറേഷനും അടക്കം പിടിച്ച് ശക്തമായ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് ആ ചുമതല കൊണ്ടുവിടക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇവിടെ 100 കണക്കിന് ആളുകൾ ചുമതലയില്ലാതെ പുറത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകും. നമുക്കൊരു ധാരണയുണ്ട്, നമുക്ക് ഈ ന്യൂനപക്ഷങ്ങൾ നമ്മളോടൊപ്പം നമ്മുടെ ജില്ലകളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ ഇല്ല എന്നൊരു തോന്നലുണ്ട്.
നൂറുകണക്കിന് ആളുകളുണ്ട്. നൂറുകണക്കിന് പുതുതായി വന്ന ആളുകളും പഴയ ആളുകളും ഒക്കെ നമ്മുടെ ജില്ലയിലും മണ്ഡലത്തിലും ഒക്കെ ഉണ്ട്. അവരുമായി സംസാരിക്കാത്തതുകൊണ്ടും അവരുമായി നമ്മൾ സാമീപ്യത്തിൽ വരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാത്തത് കൊണ്ട് മാത്രമാണ് അവർ നമ്മോട് ചേർന്ന് നിൽക്കാത്തത്. പക്ഷേ അവരൊക്കെ പുറത്തു നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ചുമതല ഏറ്റെടുത്ത് നടത്തുവാൻ താല്പര്യമുള്ള അല്ലെ അതിന് കഴിവുള്ള ആളുകൾ നിൽക്കുമ്പോൾ ഇത് ഏറ്റെടുത്തതിന് ശേഷം ഇതിനെ സംബന്ധിച്ച് ഒരു മീറ്റിങ്ങിനും വരാതിരിക്കുക, അതുപോലെ തന്നെ അവർക്ക് ഒരു മണ്ഡലത്തിൽ പോലും യാത്ര ചെയ്യുവാനാവാത്ത തരത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം പോലും പോകാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലായിട്ട് കൊണ്ടുവരിക. ന്യൂനപക്ഷ മോർച്ച ജില്ലാ അധ്യക്ഷൻ ജോയ് കോയിക്കാക്കുടി അധ്യക്ഷത വഹിച്ചു. യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ, സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസ്ഥാന കൺവീനർ ഡോക്ടർ അനൂപ് സ്കറിയയും സംസാരിച്ചു. ചടങ്ങിൽ BJP ജില്ലാ അധ്യക്ഷ ശ്രീവിദ്യ രാജേഷ്, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡെന്നി ജോസ് വെളിയത്ത്, സെക്രട്ടറി സോജൻ ജോസഫ്, മോർച്ച സൗത്ത് ജില്ലാ പ്രസിഡന്റ് TC ദേവസ്യ എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മലയോര കർഷകരുടെ തീരാ ദുരിതങ്ങൾക്ക് കാരണം കേന്ദ്ര നിയമങ്ങളാണെന്ന് ജോസ് കെ മാണി. LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് അടിമാലിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യമേഖലാ ജാഥാംഗങ്ങളായ KK ശൈലജ ടീച്ചർ, PK ബിജു, PP സുനീർ MP, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മലയോര കർഷകരുടെ തീരാ ദുരിതങ്ങൾക്ക് കാരണം കാലഹരണപ്പെട്ട കേന്ദ്ര നിയമങ്ങളാണെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി. മണ്ണിനെയും പ്രകൃതിയെയും വനങ്ങളെയും സംരക്ഷിക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടാക്കിയ നിയമങ്ങളിലെ ചട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. തലമുറകളായി കർഷകരുടെ കൈവശമുള്ള ഭൂമി കാലോചിതമായി ഉപയോഗിക്കുവാൻ ഇപ്പോഴും അവർക്ക് സ്വാതന്ത്ര്യമില്ല. കൃഷി അനുബന്ധ വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും സ്വന്തം ഭൂമിയിൽ നടത്താൻ കൃഷിക്കാർക്ക് കഴിയുന്നില്ല. ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും ആധുനിക കാർഷിക രീതിയും കൃഷി അനുബന്ധ വരുമാനവും കർഷകർക്ക് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് അടിമാലിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഫർ സോണിന്റെ വിഷയം കാണും, പട്ടയത്തിന്റെ വിഷയം കാണും, വന്യമൃഗത്തിന്റെ വിഷയം കാണും, ഇങ്ങനെ നിരവധി ഇവിടുത്തെ നാഷണൽ ഹൈവേയുടെ വിഷയം കാണും. ഇതെല്ലാം വളരെ സങ്കീർണമായൊക്കെ പലപ്പോഴും നിൽക്കാറുണ്ട്. പക്ഷെ ഈ സർക്കാർ വന്നതിന് ശേഷം നമുക്കറിയാം ഇതിനകത്ത് പൂർണ്ണമായും എല്ലാം പരിഹരിച്ചെന്ന് പറയുന്നത് നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് മുഴുവൻ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. ഇനിയുള്ളതും നമ്മൾ ഈ ഭരണം തീരുന്നതിന് മുമ്പ് അത് പരിഹരിച്ചിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇപ്പൊ പട്ടയത്തിന്റെ കാര്യം എടുത്തു. പട്ടയത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം പട്ടയം കൊടുത്തത് ഉപാധിയാണ്. അന്ന് പണ്ട് കാലത്ത് അതിന്റെ ടെക്നിക്കാലിറ്റീസിലൊക്കെ ഒന്നും പോകുന്നില്ല. അതെല്ലാം നിങ്ങൾക്കറിയാം. 60-ലെ നമ്മുടെ പട്ടയം അതിന്റെ ഭൂപതിവ് നിയമവും 64-ലെ ചട്ടം അനുസരിച്ച് വീട് വെക്കുവാനും അതുപോലെ കൃഷി ചെയ്യുവാനുമാണ്. പക്ഷെ നമുക്കിപ്പോൾ ഈ പ്രദേശത്ത് വന്നിട്ട് വീടും കൃഷി മാത്രമേണോ? അവന് സാധനം മേടിക്കണ്ടേ, അവന്റെ കുട്ടികൾ പഠിക്കണ്ടേ, അവന് അസുഖം വന്ന ആശുപത്രി പോകണ്ടേ, ഹോസ്പിറ്റൽ വേണ്ടേ? അപ്പോൾ ഇതൊക്കെ നിർമ്മാണം നടത്തി. പക്ഷെ മൂന്നാറിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പരാതിക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ഇപ്പോൾ വീടല്ലാത്ത എല്ലാം കൃഷിയല്ലാത്ത നിയമവിരുദ്ധമായി എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് വേണം? വലിയൊരു വിഷമമായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിയമ ഭേദഗതികൾ നടത്തി. അതിനുവേണ്ടി നിയമ ഭേദഗതി നടത്തുവാൻ പെട്ടെന്ന് വന്നൊരു പേപ്പർ എഴുതി കൊടുത്താൽ പോരാ. അതിനകത്ത് ചട്ടങ്ങളുണ്ട്. അത് വീണ്ടും എടുത്ത് പരിശോധിച്ചിട്ട് നമുക്കൊന്നും ഒരു വിഷമം വരാത്ത രീതിയിൽ വേണം. ആ വരാത്ത രീതിയിൽ അത് നടപ്പിലാക്കി ഇന്ന് ആ പറഞ്ഞ മുഴുവൻ പട്ടയവും നിർമ്മാണങ്ങളും എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞു. ക്രമീകരിച്ചു കഴിയുമ്പോൾ അടുത്ത ചോദ്യം, ഇനി നിർമ്മാണം നടത്താൻ പോകുന്നതിന് എന്ത് പറ്റും? തീർച്ചയാവുമല്ലോ, ചോദിക്കുമല്ലോ. ആ നിർമ്മാണം നടത്താൻ പോകുന്നതിനും നമുക്ക് അതിനുള്ള ചട്ടങ്ങൾ രൂപീകരിച്ച് ഇപ്പോൾ സർക്കാർ റെഡിയായിട്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഏതാനും ദിവസങ്ങൾക്കകം അതിവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുവാൻ സംശയമൊന്നുമില്ല. ഒരു കാര്യമുള്ളത്, ഞങ്ങൾ കൊടുക്കുന്ന പട്ടയം ഒരിക്കലും, റവന്യൂ വകുപ്പ് കൊടുക്കുന്ന പട്ടയം ഒരിക്കലും മുഖ്യമന്ത്രി വന്ന് തിരിച്ചു മേടിക്കാറില്ല. അത് ഞാൻ വാക്ക് തരുന്നു. മധ്യമേഖലാ ജാഥ അംഗങ്ങളായ KK ശൈലജ ടീച്ചർ, PK ബിജു, PP സുനീർ MP, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ് എന്നിവർക്കും സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൊച്ചു കാമാക്ഷിയിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. കുടിവെള്ളമില്ലാതെ 25ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. തുടരെയുള്ള സാമൂഹിക വിരുദ്ധ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ നാട്ടുകാർ തങ്കമണി പോലീസിൽ പരാതി നൽകി.
കാമാക്ഷി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കൊച്ചു കാമാക്ഷിക്ക് സമീപം പനവളവ് കുടിവെട്ട പദ്ധതിയുടെ പൈപ്പുകളാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. 25ഓളം വരുന്ന കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ കുടിവെള്ള പദ്ധതി. കൊച്ചു കാമാക്ഷിയിലും പരിസരങ്ങളിലും സാമൂഹിക വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായും നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി വെളുപ്പിന് ആരാണ്ട് സാമൂഹിക വിരുദ്ധരെ തീയിട്ട് നശിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ കണ്ടമാനമായിട്ട് ആളുകൾ മദ്യവും ലഹരിയൊക്കെ ആയിട്ട് ഉപയോഗിച്ച് നടക്കാറുള്ള ഒരു മേഖലയും കൂടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുടിവെള്ള പദ്ധതിയുമായിട്ട് ഞങ്ങളുടെ കുടിവെള്ളത്തിന് തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികൾ അതിന് നടപടിയെടുത്ത് ഈ സാമൂഹിക വിരുദ്ധരെ പിടികൂടണമെന്നാണ് ഞങ്ങളുടെ ഉപഭോക്താക്കളായ ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. കുടിവെള്ള ടാങ്കിലെ വെള്ളത്തിൽ എലിയെയും പാമ്പിനെയും തല്ലിക്കൊന്നിട്ട സംഭവം മുമ്പുണ്ടായിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇതിനു മുമ്പും ഇതുപോലെ സാമൂഹിക വിരുദ്ധർ കുളത്തിൻ്റെ വെള്ളത്തിനകത്ത് കൊണ്ടുപോയി പാമ്പിനെ തല്ലിക്കൊന്നിടുകയും എലിയെ തല്ലിക്കൊന്നിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മണം വന്നപ്പം വെള്ളത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി ടാങ്കിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളത്തിനകത്ത് പാമ്പിനെ തല്ലിക്കൊന്നിട്ടിട്ടുണ്ട്, ഒരു എലിയെ തല്ലിക്കൊന്നിട്ടിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അതൊന്ന് കഴുകി ഇന്ന് വൃത്തിയാക്കാനിരുന്നതായിരുന്നു. അന്നേരപ്പോഴാണ് ഈ ഓസ് ഇങ്ങനെ കത്തിച്ച് സാമൂഹിക വിരുദ്ധർ ഇവിടെ ഇതുപോലൊരു നടപടികൾക്ക് കാണിച്ചിട്ടിരിക്കുന്നത്. ജലസ്രോതസ്സുകളില്ലാത്ത ഈ മേഖലയിൽ ഇത്തരത്തിൽ ജനദ്രോഹം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വേനൽ കടുത്തിട്ടും കനാലിൽ വെള്ളമൊഴുക്കാത്ത MVIPയുടെ കുറ്റകരമായ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ആവോലി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചു. DCC ജനറൽ സെക്രട്ടറി ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS ഷെഫാൻ അധ്യക്ഷത വഹിച്ചു. കനാൽ ശുചീകരിച്ചാൽ വെള്ളമൊഴുക്കാമെന്ന് പറഞ്ഞതനുസരിച്ച് നാട്ടുകാരുമായി സഹകരിച്ച പഞ്ചായത്ത് ഭരണസമിതി കനാൽ ശുചീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും വെള്ളമെത്തുന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്ന് ഭരണസമിതി പറഞ്ഞു. വേനൽ കടുത്തിട്ടും കനാലിൽ വെള്ളമൊഴുക്കാത്ത MVIPയുടെ കുറ്റകരമായ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ആവോലി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചത്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ 12 പേരാണ് ഉപവസിക്കുന്നത്. വെള്ളം കിട്ടാതെ ജനം നെട്ടോട്ടം ഓടുമ്പോൾ MVIP ഉദ്യോഗസ്ഥർ ഓഫീസിലിരുന്ന് ഉറങ്ങുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഫണ്ടില്ല എന്നാണ് അവരുടെ ന്യായം. കനാൽ ശുചീകരിച്ചാൽ ഫെബ്രുവരി 4-ന് വലതുകര കനാലിലൂടെ വെള്ളമൊഴുക്കാമെന്നായിരുന്നു ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസം വാഗ്ദാനം നൽകിയത്. ഇതനുസരിച്ച് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് ജനങ്ങളെ സംഘടിപ്പിച്ച് പഞ്ചായത്തിലൂടെയുള്ള കനാലുകൾ വൃത്തിയാക്കി. എന്നിട്ടും ഫെബ്രുവരി പകുതിയായിട്ടും കനാലിലൂടെ വെള്ളമൊഴുക്കാൻ MVIP തയ്യാറായിട്ടില്ല. ഇപ്പോൾ ആവോലി പഞ്ചായത്തിലൂടെ വെള്ളമൊഴുക്കാനാവുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇതോടെ നാട്ടുകാരെ സംഘടിപ്പിച്ച് കനാൽ ശുചീകരിച്ച ഭരണസമിതിയും വെട്ടിലായി. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങൾ ഉപവാസ സമരത്തിലേക്ക് നീങ്ങിയത്. ആവോലി പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് അത് ശരിക്കും നമ്മുടെ നാട്ടിലെ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. പക്ഷേ വേനൽ അതിരൂക്ഷമായിട്ടും ആവോലി പഞ്ചായത്തിൽ മാത്രം ഇതുവരെ MVIP കനാലിലൂടെ വെള്ളം എത്തിയിട്ടില്ല. ആവോലി പഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണമായിട്ട് സമരത്തിലാണ്. നിരാഹാര സമരമാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇത് വെള്ളം കിട്ടുന്നത് വരെ ഒരു നിരാഹാര സമരം കിടക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇന്ന് സഹകരിക്കണം. ഒരു മാസം മുമ്പ് MLA ഉൾപ്പെടെ എല്ലാ ഈ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ എല്ലാ പ്രസിഡന്റുമാരുൾപ്പെടെ സമരം നടത്തിയിരുന്നു. ജനപ്രതിനിധികളുടെ ഒരു സമരം നടത്തിയിരുന്നു. അന്ന് പറഞ്ഞത് അവർ ഞങ്ങൾ തൽക്കാലം കനാലൊന്ന് ക്ലീൻ ചെയ്താൽ ഞങ്ങൾ വെള്ളം വിടാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനപ്രതിനിധികളും പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും കൂടി കനാൽ നമ്മൾ ശുചീകരിച്ചു. എന്നാൽ അവർ ഇടതുകര കനാൽ തുറക്കുകയും വലതുകരയിലേക്ക് ഇതുവരെ വെള്ളം വിട്ടിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ഭാഗം അവർ പറയുന്നത്, ഇടതുകര വലതുകര. ഈ വലതുകര ഭാഗത്തേക്ക് ഇതുവരെ തുറന്നു വിട്ടിട്ടില്ല. ഉപവാസ സമരം DCC ജനറൽ സെക്രട്ടറി ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS ഷെഫാൻ അധ്യക്ഷത വഹിച്ചു. പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേർ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആവോലി. ഫെബ്രുവരി 12-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ ഇടുക്കി മേഖലാ സമ്മേളനം ആഹ്വാനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദു രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൈനാവ് AITUC ഹാളിൽ ചേർന്ന സമ്മേളനത്തിന് വൈസ് പ്രസിഡന്റ് അശ്വതി P അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിരവധി പേർ സംസാരിച്ചു.
മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഫെബ്രുവരി 12-ാം തീയതി നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ ഇടുക്കി മേഖലാ സമ്മേളനം ആഹ്വാനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക തുടങ്ങിയ 9ഓളം മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫെബ്രുവരി 12-ാം തീയതി രാജ്യത്ത് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ ഇടുക്കി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദു രാജൻ പറഞ്ഞു. ഒരു 80-85 വയസ്സായിട്ടുള്ള കണ്ണ് കാണാൻ വയ്യാത്ത, നമുക്കറിയാലോ, അല്ലെങ്കിൽ വിരലിലൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ള കിടപ്പ് രോഗിയായ ഒരാൾക്ക് ആധാർ എടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയും. അപ്പോൾ അത്തരത്തിൽ പെൻഷനുള്ള ഒരാൾക്ക് ആധാർ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈ ആപ്പിന്റെ തുടർച്ച എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അമ്മയായിട്ട് ആ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഓഫീസർ പറയാണ്, ഇനി അധിക നാൾ ഇവിടെ വരേണ്ടി വരില്ല കേട്ടോ, ഞങ്ങളുടെ ഓഫീസുകളൊക്കെ പതുക്കെ പതുക്കെ നിർത്തുകയാണ്. 3 ജില്ലകൾക്ക് 4 ജില്ലകൾക്ക് വേണ്ടി ഒരു കോൾ സെന്റർ ഉണ്ടാക്കും. അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അല്ലേ? നമ്മളിപ്പോൾ എയർടെല്ലിന്റെ അല്ലെങ്കിൽ ഐഡിയയുടെ ഒക്കെ ഫോൺ കണക്ഷൻ ഉണ്ട്. നമ്മൾ ആ കംപ്ലൈന്റ് എങ്ങനെ പറയും? അവരുടെ ഒരു കോൾ സെന്ററിൽ വിളിക്കണം, അല്ലെ അവരുടെ ഒരു നമ്പറിൽ അവരുടെ ആപ്പിലൊക്കെ മെസ്സേജ് അയക്കും. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി 12-ന് നടത്തുന്ന ദേശീയ പണിമുടക്കിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കും. പൈനാവ് AITUC ഹാളിൽ ചേർന്ന സമ്മേളനത്തിന് വൈസ് പ്രസിഡന്റ് അശ്വതി P അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗം നിഷാമോൾ MK സ്വാഗതവും മേഖലാ സെക്രട്ടറി NK സജൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS രാകേഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ ഖജാൻജി അജോമോൻ കുര്യാക്കോസ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം സുഭാഷ് ചന്ദ്രബോസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MS ശ്രീകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ജോൺസൺ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സൗമ്യമോൾ MR നന്ദി രേഖപ്പെടുത്തി. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സജിൻ AS, വൈസ് പ്രസിഡന്റുമാരായി കുഞ്ഞുമോൾ, അശ്വതി P എന്നിവരും സെക്രട്ടറിയായി നിസാമോൾ PKയും, ജോയിന്റ് സെക്രട്ടറിമാരായി ജോൺസൺ T ജോണും സൗമ്യമോൾ MRും ഖജാൻജിയായി അജോമോൻ കുര്യാക്കോസും തെരഞ്ഞെടുക്കപ്പെട്ടു. വനിതാ കമ്മിറ്റി പ്രസിഡന്റായി സ്നേഹ പ്രമോദ്, സെക്രട്ടറിയായി അശ്വതി CP എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നെയ്യശ്ശേരി പള്ളിയിൽ ശതോത്തര പ്ലാറ്റിനം ജൂബിലിയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും ഫെബ്രുവരി 13 മുതൽ 15 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ പോൾ മൈലക്കച്ചാലിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോജി കരോട്ട് നെടുങ്ങാട്ട് എന്നിവർ അറിയിച്ചു. 13-ന് വൈകിട്ട് 4-നാണ് കൊടിയേറ്റ്. 5-ന് ഇടവകയിൽ നിന്നുള്ള വൈദികർ ചേർന്ന് ആഘോഷമായ സമൂഹ ബലി അർപ്പിക്കും. രൂപത വികാരി ജനറൽ മോൺസ്റ്റർ പയസ് മലക്കണ്ടത്തിൽ ജൂബിലി സന്ദേശം നൽകും. തിരുനാളിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. നെയ്യശ്ശേരി പള്ളിയിൽ ശതോത്തര പ്ലാറ്റിനം ജൂബിലിയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും ഫെബ്രുവരി 13 മുതൽ 15 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ പോൾ മൈലക്കച്ചാലിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോജി കരോട്ടു നെടുങ്ങാട്ട് എന്നിവർ അറിയിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പള്ളിയിൽ നെയ്യശ്ശേരി ഇടവകയിൽ ശതോത്തര പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടക്കുകയാണ്. ഈ പള്ളി സ്ഥാപിതമായിട്ട് 175 വർഷങ്ങൾ പിന്നിടുന്നു. ഇതേ തുടർന്ന് വലിയ കാര്യങ്ങളാണ് ഇടവകയിൽ നമ്മൾ ഈ തവണ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദിവ്യകാരുണ്യ പ്രയാണമാണ്. ഇടവകയുടെ എല്ലാ പ്രധാന വീഥികളിലൂടെയും ബുധനും വ്യാഴം ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ പ്രയാണം നടത്തുന്നു. അതിന് അനുബന്ധമായിട്ട് ഒരുക്കമായിട്ട് ഇന്നേ ദിവസം ചൊവ്വാഴ്ച രാത്രിയിൽ പൂർണ്ണമായും ജാഗരണ പ്രാർത്ഥനയാണ്. കഴിയുന്നത്രയും ആളുകൾ രാത്രിയിൽ ഉറക്കമിളച്ച് പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലായിരുന്നു നന്ദി പറയുകയും ദൈവസന്നിധി വന്നുപോയ വീഴ്ചകൾക്കും കുറവുകൾക്കും മാപ്പിരക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഇന്ന് സായാഹ്നത്തിൽ. പിന്നീട് വെള്ളിയാഴ്ച ഈ ഇടവകയിൽ നിന്നും മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഈ ഇടവകയിൽ ഉള്ള എല്ലാ വൈദികരും ഇടവകയിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും ചേർന്ന് ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശനിയാഴ്ചയാണ് ജൂബിലി ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അന്നേ ദിവസം അഭിമന്യ പിതാവ് വന്ന് ബലിയർപ്പിക്കുകയും ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജൂബിലി സന്ദേശം നൽകുകയും ചെയ്യുന്നതാണ്. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഞായറാഴ്ച ആഘോഷമായിട്ടുള്ള തിരുനാൾ കുർബാന ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു പോയ വൈദികരെല്ലാവരും ചേർന്ന് ആഘോഷമായിട്ട് ബലിയർപ്പിക്കുകയാണ് ഞായറാഴ്ച. തിരുനാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച രാത്രിയിൽ ഇടവകയിൽ പുതുതായി പണിതുയർത്തിയിരിക്കുന്ന സെന്റ് ആന്റണിയുടെ കപ്പേള വെഞ്ചിരിക്കുന്നു. അതേ തുടർന്ന് എല്ലാവർക്കും സ്നേഹവിരുന്നും തുടർന്ന് കൊച്ചിൻ ചന്ദ്രകാന്ത തിയേറ്റേഴ്സിന്റെ ഒരു നാടകവും ക്രമീകരിച്ചിട്ടുണ്ട്. ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഞായറാഴ്ച വൈകുന്നേരം ആഘോഷമായിട്ടുള്ള തിരുനാൾ പ്രദക്ഷിണം.
പിറ്റേ ദിവസം രാവിലെ വിഭൂതി ആഘോഷത്തോടെ തിരുനാളിൻ്റെ എല്ലാ തിരുക്കർമ്മങ്ങളും അവസാനിക്കുന്നതാണ്. സാധിക്കുന്നവരെല്ലാം ഈ തിരുക്കർമ്മങ്ങളിൽ വന്ന് പങ്കുചേർന്ന് വിശുദ്ധനോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുന്നു. 13 വെള്ളിയാഴ്ച രാവിലെ 6 പരിശുദ്ധ കുർബാന നൊവേന, ഉച്ചകഴിഞ്ഞ് 3 ഇടവക അംഗങ്ങളായ വൈദികർക്കും സിസ്റ്റേഴ്സിനും സ്വീകരണം, വൈകുന്നേരം 4 കൊടിയേറ്റ്, 4:30 ആരാധന നൊവേന, വൈകിട്ട് 5 ഇടവകയിൽ നിന്നുള്ള വൈദികർ ചേർന്ന് ആഘോഷമായ സമൂഹബലി, രൂപതാ വികാരി ജനറൽ മോൺസ്റ്റർ പയസ് മലക്കണ്ടത്തിൽ ജൂബിലി സന്ദേശം നൽകും. വൈകുന്നേരം 6:30 സെമിത്തേരി സന്ദർശനം, ശനിയാഴ്ച രാവിലെ 5:30 ആരാധന, 6-9 പരിശുദ്ധ കുർബാന, തുടർന്ന് രോഗികൾക്കും സീനിയർ സിറ്റിസൺസിനും വേണ്ടി മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹവിരുന്ന്, വൈകുന്നേരം 4 ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. 5:45 സെന്റ് ആന്റണീസ് കപ്പലിലേക്ക് പ്രദക്ഷിണം, 6:30 കപ്പേള വെഞ്ചരിപ്പ്, തുടർന്ന് പ്രദക്ഷിണം തിരികെ പള്ളിയിലേക്ക്. 7:30 സ്നേഹവിരുന്ന്, രാത്രി 8 കൊച്ചിൻ ചന്ദ്രകാന്തിയുടെ ഉത്തമന്റെ സങ്കീർത്തനം നാടകം, ഞായറാഴ്ച രാവിലെ 6 പരിശുദ്ധ കുർബാന നൊവേന, തുടർന്ന് അമ്പ് വീട്ടമ്പ് എഴുന്നള്ളിക്കൽ, വൈകുന്നേരം 5 ഇടവകയിൽ സേവനം ചെയ്ത മുൻ വൈദികർ ആഘോഷമായ സമൂഹ ബലിയർപ്പിക്കും. മോൺസിഞ്ഞോർ ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ സന്ദേശം നൽകും. 6:30 ടൗൺ പ്രദക്ഷിണം, സമാപന ആശീർവാദം, നേർച്ച, ബാൻഡ് മേളം, ചെണ്ടമേളം. 11, 12 തീയതികളിൽ വൈകിട്ട് 6:30 ഇടവകയിലെ പ്രധാന വീടുകളിലൂടെ ദിവ്യകാരുണ്യ പ്രയാണം. കൈക്കാരന്മാരായ ബെന്നി ജെയിംസ് ചൂരത്തൊട്ടിയിൽ, ജീസ് ജോസഫ് ആയത്തുപാടത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ, നെയ്ശ്ശേരി. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു. ഉത്സവത്തിന് ഫെബ്രുവരി 18 കൊടിയേറും. 25-നാണ് ചരിത്രപ്രസിദ്ധമായ 7 പൊന്നാന ദർശനം. 27-ന് കൊടിയിറങ്ങും. പ്രമേഹ രോഗം മൂലം ദുരിതത്തിലായ കുടുംബം സഹായം തേടുന്നു. കുടിയത്തൂർ സ്വദേശിയായ മാരിയപ്പന്റെ ഭാര്യ എൽസിയാണ് പ്രമേഹ രോഗം ബാധിച്ച് കാൽവിരലുകൾ മുറിച്ചുമാറ്റിയ അവസ്ഥയിലുള്ളത്. നിലവിൽ കിഡ്നിയും തകരാറിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന എൽസി നിലവിൽ തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. മാനസികാസ്വാസ്ഥ്യമുള്ള മകളെയും സംരക്ഷിക്കേണ്ട ചുമതലയുള്ളതിനാൽ മാരിയപ്പന് ജോലിക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതോടെയാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് തീരെ വയ്യ. ഞാൻ ഒത്തിരി പഞ്ചായത്തിലും അവിടെ എല്ലാം കൊണ്ട് അപേക്ഷ കൊടുത്തു. ഇതുവരെയായിട്ടൊരു തീരുമാനമായില്ല. എന്നാലും ഞാൻ പല ആൾക്കാരുടെ സഹായം മേടിച്ചാണ് ഞാൻ കഴിയുന്നത്. എനിക്കൊരു മാസം മരുന്ന് പിടിക്കും. 2 പേർക്കും കൂടെ 1 ലക്ഷം രൂപയെങ്കിലാകും. ആകെ ഒരു മനപ്രയാസവും ഭാരത്തിലാക്കിയാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ കാലിൻ്റെ മൊത്തം നാശമായി. ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല. തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. 2 കുപ്പി രക്തം ശരീരത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷമത്തിലും പ്രയാസത്തിൽ ഞാൻ നിൽക്കുന്നു. അതിനുവേണ്ടി പറ്റുന്ന സഹായം എൻ്റെ മക്കൾ സഹായിക്കുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 14ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർഷിക പദ്ധതി ഗ്രാമസഭാ യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജെന്നി ഗ്രാമസഭ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആസൂത്രണ സമിതി യോഗത്തിൽ കാർഷികം, ടൂറിസം, ആരോഗ്യം എന്നീ മേഖലകളെ മുൻനിർത്തിയുള്ള വിവിധ പദ്ധതികൾ ചർച്ച ചെയ്തു. കുളമാവിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വടക്കേപ്പുഴ ചെക്ക് ഡാം വികസന സാധ്യതകൾ പരിഗണിക്കുന്നതോടൊപ്പം ഇടുക്കിയിലെ ടൂറിസം പ്രാധാന്യം ഉയർത്തുന്നതിനായി ഭൂമിയാങ്കുളത്ത് ഹെലിപാഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക പഠനങ്ങൾ നടത്താനും യോഗം ചർച്ച ചെയ്തു. ഡയാലിസിസ് ഉൾപ്പെടെ ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അനുഭവിക്കുന്നവർക്ക് സഹായകരമാകുന്ന കൂടുതൽ ആരോഗ്യ പരിപാടികൾ ഈ വർഷം ആരംഭിക്കണമെന്ന ആവശ്യമുയർന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തി സമഗ്രവും ബൃഹത്തുമായ വികസന പദ്ധതികൾക്ക് രൂപം നൽകാനാണ് യോഗത്തിൽ തീരുമാനിച്ചത്. ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന എഫക്റ്റ് എത്രമാത്രം വലുതാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗ്രാമസഭയുടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് മെമ്പർമാരായ നിങ്ങൾ ഓരോരുത്തരുടെയും ക്രിയാത്മകമായ അഭിപ്രായങ്ങളും ഇടപെടലുകളും ആവശ്യമാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് വരും വർഷത്തിൽ സാമ്പത്തിക വർഷത്തെ പദ്ധതിരേഖ തയ്യാറാക്കുന്നതിനും അത് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും ക്രിയാത്മകമായ സഹായങ്ങൾ ആവശ്യം കൂടിയാണ്. ഇന്ന് ഇവിടെ ചേർന്ന് നിങ്ങൾ ഓരോരുത്തരുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ മേഖലകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നല്ലൊരു പദ്ധതി രേഖ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കുവാൻ തക്ക രീതിയിൽ ഉതകുന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ക്രിയാത്മകമായ സഹായങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന വിശ്വാസത്തോടു കൂടിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മരിയാപുരം, വാത്തിക്കുടി, കാമാക്ഷി പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരും വിവിധ പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പച്ചടി ശ്രീധരൻ സ്മാരക SNDP നെടുങ്കണ്ടം യൂണിയന്റെ നേതൃത്വത്തിൽ പച്ചടി ശ്രീധരന്റെ അനുസ്മരണ വാർഷികാചരണം സംഘടിപ്പിച്ചു. നെടുങ്കണ്ടത്ത് നടന്ന അനുസ്മരണത്തിന്റെ ഭാഗമായി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, സമൂഹ പ്രാർത്ഥന എന്നിവയും നടത്തി.
യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. പച്ചടി ശ്രീധരൻ സ്മാരക SNDP നെടുങ്കണ്ടം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പച്ചടി ശ്രീധരന്റെ 38ാം അനുസ്മരണ വാർഷികാചരണം നടത്തി. ഇടുക്കിയുടെ ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരേട് എഴുതി ചേർത്ത് കടന്നുപോയ നേതാവായിരുന്നു പച്ചടി ശ്രീധരൻ. അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇടുക്കി ജില്ലയുടെ രൂപീകരണ സമയത്തും തുടർന്നും ജില്ലയുടെ വളർച്ചയിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. SNDP നെടുങ്കണ്ടം ശാഖായോഗത്തിന്റെ പ്രസിഡന്റായി സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നുവന്ന പച്ചടി ശ്രീധരൻ 1971 രൂപീകൃതമായ SNDP മലനാട് യൂണിയന്റെ ആദ്യ പ്രസിഡന്റായിരുന്നു. വിശ്വമാനവികതയുടെ പ്രതീകമായ കട്ടപ്പനയിലെ കീർത്തി സ്തംഭം അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായാണ് സ്ഥാപിക്കപ്പെട്ടത്. പുൽപ്പള്ളി സമരം, ഗുരുദേവ ജയന്തിയും സമാധിയും അവധി ദിവസങ്ങളായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം തുടങ്ങിയ നിരവധി സമരങ്ങളിൽ പച്ചടി ശ്രീധരൻ സംസ്ഥാന തലത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ഉദ്ബോധനങ്ങളെ മുറുകെ പിടിച്ച് സാമൂഹ്യ സേവനമെന്ന ലക്ഷ്യവുമായി ജീവിച്ച അദ്ദേഹത്തിന്റെ അനുസ്മരണം യൂണിയന്റെ നേതൃത്വത്തിൽ 38 വർഷമായി മുടങ്ങാതെ നടത്തിവരുന്നുണ്ട്. നെടുങ്കണ്ടത്ത് നടന്ന അനുസ്മരണത്തിന്റെ ഭാഗമായി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, സമൂഹ പ്രാർത്ഥന എന്നിവ നടത്തി. യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം ശാഖായോഗത്തിന്റെ പ്രസിഡന്റായി തുടങ്ങി കട്ടപ്പനയിൽ മലനാട് SNDP യൂണിയന്റെ പ്രഥമ പ്രസിഡന്റായി, അതിനുശേഷം SNDP യോഗത്തിൻ്റെ കൗൺസിൽ പദവിയിലേക്കും അതിനുശേഷം യോഗം ജനറൽ സെക്രട്ടറി പദത്തിലെ അരികിൽ വരെ എത്തി പ്രവർത്തനം നടത്തിയ പച്ചടി ശ്രീധരൻ. അതോടൊപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗുരുദേവ കീർത്തി സമ്പത്തിൻ്റെ നിർമ്മാതാവും അതിൻ്റെ ഉദ്ഘാടകനും എല്ലാം പച്ചടി ശ്രീധരനായിരുന്നു. അതോടൊപ്പം കേരളത്തിലെ SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ സമരമുഖങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തെയും ഈഴവ സമുദായത്തെ ഏറ്റവും മുൻപന്തിയിലേക്ക് നയിച്ച പച്ചടി ശ്രീധരൻ്റെ 38ാമത് അനുസ്മരണവും നെടുങ്കണ്ടം യൂണിയൻ നടത്തപ്പെട്ടു. 38 വർഷങ്ങളും ഒരു തവണ പോലും മുടങ്ങാതെ അനുസ്മരണ സന്ദേശം നടത്തിയ വലിയൊരു നേതാവ് കൂടിയാണ് പച്ചടി ശ്രീധരൻ. അതോടൊപ്പം ഉടുമ്പൻചോലയിലും മാരാരിക്കുളത്തും നിയമസഭയിൽ മത്സരിച്ച് ജയത്തിന് തൊട്ടരികിൽ വരെ എത്തിയ കഴിഞ്ഞ വലിയൊരു ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു പച്ചടി ശ്രീധരൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ SNDP യോഗത്തിൻ്റെ ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മലനാട് SNDP യൂണിയൻ വിഭജിച്ചുകൊണ്ട് നെടുങ്കണ്ടം ആസ്ഥാനമായി പച്ചടി ശ്രീധരൻ സ്മാരക നെടുങ്കണ്ടം യൂണിയൻ രൂപീകരിച്ചു തന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്തുകയുണ്ടായി. കേരളത്തിൽ അങ്ങനെയുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ ചുരുങ്ങിയവർ മാത്രമാണ് എന്നുള്ളൊരു വലിയ നന്ദി നെടുങ്കണ്ടം പ്രദേശത്തെയും ഹൈറേഞ്ച് പ്രദേശത്തെയും ശ്രീനാരായണർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം അദ്ദേഹത്തിന് വിലമതിച്ച യോഗം ജനറൽ സെക്രട്ടറിക്ക് എന്നും ഈ നെടുങ്കണ്ടം യൂണിയൻ്റെ വലിയ സ്നേഹാദരവ് നൽകുന്നു. അനുസ്മരണ യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി സുധാകരൻ ആടിപ്ലാക്കൽ, ഡയറക്ടർ ബോർഡ് മെമ്പർ KN തങ്കപ്പൻ, മുൻ മലനാട് യൂണിയൻ സെക്രട്ടറി ശശിധരൻ, പച്ചടി ശ്രീധരന്റെ പത്നി ലേഖ പച്ചടി, PR രജീഷ് ചാന്ദികൾ, നെടുങ്കണ്ടം ശാഖാ പ്രസിഡന്റ് സജി ചാലിൽ, മുൻകാല നേതാക്കന്മാരായ സുദർശനൻ പറമ്പത്ത്, PK സുഗു, ശിവരാമൻ, കേരള കൗമുദി കോട്ടയം യൂണിറ്റ് ചീഫ് R ബാബുരാജ്, ജില്ലാ സർക്കുലേഷൻ മാനേജർ സതീഷ്, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് മിനി മധു, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് സന്തോഷ് എന്നിവർ സംസാരിച്ചു. പച്ചടി ശ്രീധരന്റെ കുടുംബാംഗങ്ങൾ, SNDP യൂണിയൻ ഭാരവാഹികൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, കൗൺസിൽ അംഗങ്ങൾ, സൈബർ സേന ഭാരവാഹികൾ, മറ്റു പോഷക സംഘടനാ നേതാക്കൾ, വിവിധ ശാഖായോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജോസ് കെ മാണി MP നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഗാന്ധി സ്ക്വയറിന് സമീപത്തുള്ള തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് സ്വീകരണം ഒരുക്കിയത്. തൊടുപുഴയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ 103ാം വാർഷികം ആഘോഷിച്ചു. ബാങ്ക് മെയിൻ ബ്രാഞ്ചിൽ ചേർന്ന ആഘോഷ പരിപാടിയിൽ ബാങ്ക് ചെയർമാൻ VV മത്തായി ഭദ്രദീപം തെളിയിച്ചു. BJP ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് നയിക്കുന്ന സംഘടനാ യാത്ര ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു. സ്വീകരണ യോഗം സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കാമാക്ഷിയിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. നെയ്യശ്ശേരി പള്ളിയിൽ ശതോത്തര പ്ലാറ്റിനം ജൂബിലിയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും ഫെബ്രുവരി 13 മുതൽ 15 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ പോൾ മൈലക്കച്ചാലിൽ അറിയിച്ചു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.